ഹായ് ഗൈസ് ഇന്ന് പീഡിയാട്രിക്കിൻ്റെ പോസ്റ്റിംഗ് ഇന്നത്തോടെ കഴിയും. ഇന്ന് തീറ്റി മത്സരമായിരുന്നു. ഇന്ന് തിന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് പറ. 4 ദോശ, 4 മസാല ദോശ, 2 പൂരി, 4 വട, 1 ചായ, ഒരു കേസരി, എല്ലാം ഉണ്ടായിരുന്നു. ഇത് കഴിച്ച ആ വ്യക്തിനെ കാണിക്കണ്ടേ? കണ്ടാ പറയോ ഇത്രയൊക്കെ പോളിങ്ങുള്ള വ്യക്തിയാണെന്ന്. ഏഞ്ചൽ ബെന്നി ഇവളും ഉണ്ടായിരുന്നു. ഒരു വട, കേസരി തിന്ന് ഇറങ്ങിയിരിക്കുമായിരുന്നു. വാടിലോട്ട് പോകാനായിട്ട് തപ്പിത്തടരിയൊക്കെ നടന്നു. ഇവറ്റകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വണ്ണം പറയത്തില്ല. പക്ഷേ എല്ലാ പൂരിയും എല്ലാ മസാല ദോശയും തിന്നത് ഇവളാണ്. 52 or 58 പിള്ളേരെ കണ്ടുള്ളൂ ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ബസ് ഭയങ്കര ചെറുതായതുകൊണ്ട് സീറ്റിന് വേണ്ടി കിടന്ന് ഓടണം. ഇല്ലെങ്കിൽ 1.25 മണിക്കൂർ നമ്മൾ നിന്ന് വേണം പോകാൻ. അതുകൊണ്ട് സീറ്റിന് വേണ്ടി പൊരിഞ്ഞ പോരാട്ടം. ഇന്നത്തെ പൊരിഞ്ഞ പോരാട്ടത്തിനിടയ്ക്ക് പാവം അലീനെ കിട്ടിയത്. സാധിക്കാത്തതിനെ ഞാൻ കാണിച്ചു തരാം. അവള് നേരത്തെ റിസർവ് ചെയ്തത്. ഇവിടെ അങ്ങനെയൊക്കെ റിസർവേഷനാണ്. നേരത്തെ സീറ്റ് റിസർവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അലീനയുടെ മടിയിൽ കയറി ഇരിക്കാൻ പോയി. അലീനയുടെ മടിയിൽ കയറി ഇരിക്കുന്നു. അലീനനെ പിടിച്ച് വലിക്കുന്നു. അലീനയോട് എഴുന്നേക്കാൻ പറയുന്നതാ. സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നിടത്ത് വേക്കാം. നേഴ്സിംഗ് പഠിക്കാൻ പോയി ഇങ്ങനെ ഒരു ഉപകാരം കിട്ടുന്നുണ്ട്. റെഡ് കാർപ്പറ്റോ? എവിടെ റെഡ് കാർപ്പറ്റ്? സ്നേഹ ഒരു ഹായ് കൊടുക്കും. സ്വന്തം പേര് കേട്ടിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഹായ് ബൈ. ഒരു സ്റ്റെപ്പ് ഇടുവോ ഗായ്സ്? നല്ല മഴ. ബദാം മിൽക്ക് കുടിക്കാൻ പോയിട്ട് ഞങ്ങൾ കുടിച്ചില്ല. അതിന് പകരം പട്ടാണി മേടിച്ചു. അത് പക്ഷേ തണുത്ത് പോയി. ഇവരൊക്കെ ഫേക്ക് ഫ്രണ്ട്സാ. ഞാൻ എന്തൊക്കെ സാധനമാണ് തിന്നുന്നത്? അതെന്തോടി? ഞാവൽപ്പഴം, ചോളം. എന്തി പഴം എന്തി? ഞങ്ങളുടെ ബംഗാളീസിൻ്റെ ഡാൻസ് കാണണം. ഇതെന്തോ എന്നാത്ത സാധനം? സൈഡിലോട്ട് ഇതെന്നാത്ത സാധനം? ജാതുവാ? ബക്ക ആറാറി മാത്രം കണ്ടുവരുന്നൊരു സമ്പ്രദായം കാണിച്ചു തരാവേ. നോക്കേ ഇപ്പൊ എല്ലാവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വിളിച്ചാവും. കണ്ട തല്ലി ചാവുമല്ലോ അവിടെ.